എന്താണ് ഇവിടെ നടക്കുന്നത്? ചായ ഉണ്ടാക്കിയാണ്. ഞാൻ ഇവിടെ 10 പഴംപൊരി ഉണ്ടാക്കി. ഗൈസ്, ഇന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ നമുക്ക് നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൊതിയായി. അപ്പോൾ നാട്ടിലെ കടികളായിട്ടുള്ള പരിപ്പോട, കട്ട്ലേറ്റ്, പഴംപൊരി കഴിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ന് ഈവനിങ് ചായയും പഴംപൊരി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെറിയ ചെറിയ പണികളെടുത്ത് ഈ പഴംപൊരി മിക്സ് ഉണ്ടാക്കിയ ആളാണ് മെയിൻ ഷെഫ്. അവളാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ പഴവും പാലും വാങ്ങിയിട്ട് പോയി. എന്നിട്ട് മാവിലോട്ട് കുറച്ച് അരിപ്പൊടിയും പരിപാടിയൊക്കെ ഇട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാനവിടെ ചെറിയ ചെറിയ പണികളാണ് ചെയ്തോളൂ. ഞാൻ കൂടുതലും ഇവിടെ നിൽക്കായിരുന്നു. പിന്നെ ചായ ഉണ്ടാക്കി. ചായ ഇവിടെ എല്ലാവരും കുടിക്കില്ല, ഞാനും വേറൊരാൾ മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി. ബാക്കി എല്ലാവരും ചെറിയ ചെറിയ ഓരോ പണികളിൽ ഇൻവോൾവ് ആയി. എന്താണ് ഇവിടെ നടക്കുന്നത്? ചായ ഉണ്ടാക്കിയാണ്. ഞാൻ ഇവിടെ 10 പഴംപൊരി ഉണ്ടാക്കി. ഞങ്ങളുടെ അടുക്കളയിൽ ചായയും പഴംപൊരി ഉണ്ടാക്കണതിന്റെ ഒരു അധ്വാനത്തിൽ. ചായ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ, അതിൽ സദ്യ ആണെങ്കിലോ അപ്പൊ തിന്നാൻ പറ്റില്ല. രാവിലെ തുടങ്ങി രാത്രി വരെ അരിഞ്ഞോണ്ടിരിക്കും. ഒരാള് കത്തിയുടെ ഭംഗി നോക്കും. ഈ ഒരാൾ പ്രൊഫഷണലാണ് മെയിനായിട്ട്. അതാണ് അയാളുടെ മെയിൻ. വർത്തമാനം പറഞ്ഞ് തല്ലുപിടിച്ച് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്കും ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ പഴംപൊരി അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ടീ പാർട്ടിയും അല്ലെങ്കിൽ ഒരു ചേർന്നൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൂട്ടോ. നല്ല രസമായിരിക്കും.